ഹായ് ഹലോ, ഐ ആം നിതിൻ. ദിസ് ഈസ് NSK മാത്സ്. അപ്പൊ ഇന്ന് നടന്ന ഓണപരീക്ഷയുടെ മറ്റൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. അത് സർക്കിളിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ സർക്കിൾസ് പഠിക്കുമ്പോൾ ഓർത്തോണം, അതിന്റെ അകത്ത് നിയമങ്ങൾ മാത്രം പഠിച്ചാൽ മതി അല്ലെ. അതിന്റെ അകത്തെ കണക്കുകളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും, നിയമങ്ങൾ മാത്രം പഠിച്ചാൽ. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു സർക്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സർക്കിൾ അല്ലെ. ഈ സർക്കിളിന്റെ ഈ ആംഗിൾ എത്ര തന്നിട്ടുണ്ട്? 50 തന്നിട്ടുണ്ട്. ഈ ആംഗിളും നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 50 തന്നിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? അപ്പൊ ഇത് നോക്കുക, സർക്കിളിന്റെ PQR എന്ന് പറയുന്ന ആംഗിളും PRQ എന്ന് പറയുന്ന ഈ ആംഗിളും PSQ എന്ന് പറയുന്ന ഈ ആംഗിളും എത്ര ഡിഗ്രി വീതം തന്നിട്ടുണ്ട്? 50 ഡിഗ്രി വീതം തന്നിട്ടുണ്ട്. നമുക്ക് നോക്കേണ്ടത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് ഇൻ ദ ഫിഗർ O ഇസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. O എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്റർ ആണ്. ഓക്കെ, അത് കറക്റ്റ് ആണ്. ആൻഡ് PQ എന്ന് പറയുന്നത് സർക്കിളിന്റെ കോഡാണ്. PQ എന്ന് പറയുന്നത് എന്താണ്? സർക്കിളിന്റെ കോഡ്. അതും കറക്റ്റ് ആണ്. പിന്നീട് അവർ പറയുന്ന PRQ 50 ആണ്. PSQവും എന്ത് തന്നെയാണ്? 50. അപ്പൊ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആംഗിൾ ഇൻ ദ സെമി സർക്കിൾ. ഒരു സെമി സർക്കിളിന്റെ ആംഗിൾ അല്ലെ. സെമി സർക്കിൾ നമുക്കറിയാം, ഒരു സർക്കിളിനെ ഡയമീറ്റർ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ കിട്ടുന്നത് എന്തായിരിക്കും? സെമി സർക്കിൾ ആയിരിക്കും. ആ സെമി സർക്കിളിലുള്ള ആംഗിൾ എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇനി ഈ എ പാർട്ടും ബി പാർട്ടും സി പാർട്ടും ഡി പാർട്ടിലും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് നോക്കാം അല്ലെ. ഒന്ന് വായിച്ചു നോക്കുക. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കി എടുക്കണം. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അവർ പറഞ്ഞിരിക്കുന്നത്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 ഈസ് ഫാൾസ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റുമാണ്. അപ്പൊ ഓപ്ഷൻ നമ്പർ എ പറഞ്ഞിരിക്കുന്നത്, അവർ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ നമ്പർ എ തെറ്റല്ലേ? കാരണം നമുക്ക് കിട്ടിയ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരി എന്നുള്ള ഓപ്ഷനാണ് നമ്മുടെ ഉത്തരം അല്ലെ. അങ്ങനെയാണെങ്കിൽ ബി പാർട്ട് ബി നോക്കുക, ബി ഓപ്ഷൻ നോക്കുക. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1ഉം അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 ഈസ് ഫാൾസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ്. അതും തെറ്റാണ് അല്ലെ. അപ്പൊ ബി ഓപ്ഷനും എന്താണ്? ബി ഓപ്ഷനും തെറ്റാണ്. ഇനി സി ഓപ്ഷൻ നോക്കുക. സി ഓപ്ഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സി ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ. അത് കറക്റ്റ് ആണ് അല്ലെ. ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ദ റീസൺ ഓഫ് സ്റ്റേറ്റ്മെന്റ് നമ്പർ 1. സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് നമ്പർ 1നെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് ഈക്വൽ ടു ഈസ് 90 ഡിഗ്രീസ് ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ഓപ്ഷൻ നമ്പർ 3യും എന്താണ്? ഓപ്ഷൻ നമ്പർ 3യും തെറ്റാണ്. ഇനി ഓപ്ഷൻ നമ്പർ ഡി നമുക്ക് നോക്കാം. എന്താണ് ഓപ്ഷൻ നമ്പർ ഡി പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ നമ്പർ ഡി പറഞ്ഞിരിക്കുന്നത് ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ. രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 ഈസ് നോട്ട് ദ റീസൺ ഓഫ് സ്റ്റേറ്റ്മെന്റ്. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ ഡി ഓപ്ഷൻ ഈസ് എന്താണ്? കറക്റ്റ് ആൻസർ. വളരെ സിമ്പിൾ ആണ്. ഒള്ളി ലോ, നമ്മുടെ നിയമങ്ങൾ മാത്രമാണ് ഇതിൽ പറയുന്നത്. ഈ ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഷോർട്ട് വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും